ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ചേമ്പിൻ താൾ തീയലാണ് നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത്. വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ രുചികരവുമാണ് നമ്മുടെ ഈ തീയൽ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിനായിട്ട് ഞാൻ ചേമ്പിൻ്റെ ഒരു തണ്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിനെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് വറുത്തരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും വേണം. പിന്നെ നമുക്ക് കുറച്ച് വാളംപുളി കൂടി വേണം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാൻ വെക്കാം. നല്ലപോലെ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് നമ്മൾ വെച്ചിരുന്ന നമ്മുടെ ചെറിയ ഉള്ളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറെല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ ചേമ്പിൻ താളൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പിൻ താള് കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ വാളംപുളി പിഴിഞ്ഞ് വെച്ചിരുന്നത് കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വാളംപുളി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിനെ ഒന്ന് വേവിക്കണം. നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിട്ട് നമ്മുടെ തേങ്ങ കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അരപ്പ് ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം. അത് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ ചെറുതായി അരിഞ്ഞ് നമ്മുടെ ചുവന്നുള്ളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചത് നമ്മുടെ തീയലിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കടുക് പൊട്ടിച്ചതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചേമ്പിൻ താൾ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പിൻ താൾ തീയൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു തീയലാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.